ടോസ് ലഭിച്ച് ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാൻ അവരുടെ സ്ഥിരം ഫോർമുലയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇതുവരെ പയറ്റി നോക്കാത്ത പുതിയ തന്ത്രങ്ങളുമായിട്ടായിരുന്നു മൈതാനത്തിറങ്ങിയത്. പൊതുവെ ഫാസ്റ്റ് ബോളേഴ്സിന് പേര് കേട്ട പാകിസ്ഥാൻ ഇന്ന് ഇന്ത്യക്കെതിരെ പന്തെറിയിപ്പിച്ചത് 6 സ്പിന്നർമാരെ കൊണ്ടാണ്. പേസ് ബോളിംഗിനായി പരീക്ഷിച്ചത് ഷഹീൻ അഫ്രീദിയെ മാത്രമായിരുന്നു, അതും 2 ഓവർ. പാകിസ്ഥാൻ ടീമിന്റെ ഈ തീരുമാനം ശരിയാണെന്ന് തോന്നിച്ചുകൊണ്ട് ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ നഷ്ടമായെങ്കിലും ഇഷാൻ കിഷൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ആദ്യ വിക്കറ്റ് നഷ്ടമായതിന്റെ വേവലാതികളൊന്നുമില്ലാതെ തന്നെ ഇഷാൻ ആദ്യ 8 ഓവറിൽ തന്നെ മികച്ച റൺ റേറ്റിൽ ടീമിനെ കൊണ്ടെത്തിച്ചു. വിക്കറ്റ് കളയാതെ ഉത്തരവാദിത്തോടെ കളിച്ച ക്യാപ്റ്റനും അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച റിങ്കുവും കൂടി പാകിസ്ഥാന്റെ എല്ലാ ബൌളിംഗ് സ്ട്രാറ്റജികളും കാറ്റിൽ പറത്തിക്കൊണ്ട് T20 വേൾഡ് കപ്പിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരങ്ങളിലെ ഏറ്റവും മികച്ച സ്കോറിൽ കൊണ്ടെത്തിച്ചു. സ്പിൻ ബൌളർമാരെ പിന്തുണക്കുന്ന പിച്ചിൽ മറുപടി ബൌളിംഗിനിറങ്ങിയ ഇന്ത്യ സ്പിൻ ബൌളർമാർ എറിയുന്നതിന് മുമ്പ് ഈ പിച്ചിൽ നമ്മുടെ ഫാസ്റ്റ് ബൌളർമാരുടെ പവർ ഒന്ന് കണ്ടുപൊക്കോ എന്നും പറഞ്ഞ് പാകിസ്ഥാൻ അക്കൗണ്ട് തുറക്കുന്നതിന് മുമ്പേ തന്നെ ഹാർദിക്കിലൂടെ ആദ്യ പ്രഹരം ലഭിച്ചു. റണ്ണൊന്നും കൊടുക്കാതെ ഒരു വിക്കറ്റ് വീഴ്ത്തിയ ഹാർദിക് പാണ്ഡ്യയുടെ ഓവറിനു ശേഷം എത്തിയ ബുംറയുടെ ആദ്യ പന്തിൽ തന്നെ സിക്സർ പറന്നെങ്കിലും അത് കണ്ട് ബുംറ ചിരിക്കുകയായിരുന്നു.